another vibes. So ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബിരിയാണി ഉണ്ടാക്കലാണ് കേട്ടോ. സൺഡേ സ്പെഷ്യൽ മുട്ട ബിരിയാണി. സോ നമുക്ക് എന്തായാലും ബിരിയാണി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കണ്ടാലോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഹേ ഗായ്സ്, അപ്പോൾ നമ്മൾ ആദ്യം തക്കാളി എടുക്കും കേട്ടോ. അത് കട്ട് ചെയ്തതിന് ശേഷം സവാളയും കൂടി കട്ട് ചെയ്യുക. അതിനുശേഷം രണ്ടും കൂടി കട്ട് ചെയ്തതിന് ശേഷം വെളുത്തുള്ളി, ചെറിയുള്ളി, പട്ട, കറാമ്പ്, ഏലക്ക അങ്ങനെയുള്ള തുടങ്ങിയതെല്ലാം കൂടി മസാലകൾ മാറ്റുക. പിന്നെ നമ്മൾ പുതിന തളിയും കൂടി ആഡ് ചെയ്യണം കേട്ടോ. അതിനുശേഷം ഈ മസാല എല്ലാം കൂടിയിട്ട് മറ്റേ പട്ട, കറാമ്പ്, വെല്ലുള്ളി, ചെറിയുള്ളി അങ്ങനെ പച്ചമുളക് എല്ലാം കൂടി എടുത്തത് മിക്സിയിലിട്ടിട്ട് ഒന്ന് അരച്ചെടുക്കണം കേട്ടോ. അപ്പോൾ മിക്സിയിലിട്ടിട്ട് അതിനുശേഷം അതിനാവശ്യമായിട്ടുള്ള വെള്ളം ഒഴിക്കണം കേട്ടോ. ഞാനിവിടെ ഒരു 1/4 കപ്പാണ് ഒഴിക്കുന്നത്. ശേഷം നമ്മൾ അതൊക്കെ ഒഴിച്ചതിന് ശേഷം ഒന്ന് അടിച്ചെടുത്തിട്ട് വരിക കേട്ടോ. അപ്പോൾ അതാ ഞാൻ അടിക്കാൻ വേണ്ടി കൊണ്ടുപോവാണ്. നേരെ മിക്സിയിലിട്ടിട്ട് ഒന്ന് അത്യാവശ്യം നല്ല ബ്ലെൻഡ് ചെയ്തതിന് ശേഷം അതെടുക്കുക. സോ നമുക്കിത് അങ്ങനെ അരഞ്ഞ് കിട്ടും കേട്ടോ, അടിപൊളിയായിട്ട് അരഞ്ഞ് കിട്ടും. ഇതാണ് നമ്മുടെ ബിരിയാണീൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ്. അതിന് ശേഷം നമ്മൾ ബിരിയാണി ചെമ്പ് വെക്കുക കേട്ടോ. ബിരിയാണി ഏതെല്ലാം പാത്രത്തിലാണ് ഉണ്ടാക്കുന്നത് അത് വെക്കുക. അതിന് ശേഷം നമുക്ക് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ഓയിലിന് ശേഷം നെയ്യും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. സോ ഈ വീഡിയോയിൽ കൈ മാറി അതെൻ്റെ ഉമ്മാൻ്റെ കൈയാണ് കേട്ടോ. അമ്മയാണ് ഉണ്ടാക്കുന്നത്, ഞാൻ വീഡിയോ എടുത്ത് കൊടുത്തേ ഉള്ളൂ. സോ അതിന് ശേഷം ഞാൻ സവാള ഇട്ട് കൊടുക്കുന്നുണ്ട്. സവാള ഒന്ന് നല്ലപോലെ അപ്പുറത്ത് വഴറ്റുണ്ട്. സോ സവാള വഴറ്റിയതും ഇട്ടു. അത് വഴറ്റി നേരത്തെ വഴറ്റിയതാണ് ഇടുന്നത്. സോ അത് വഴറ്റിയതിന് ശേഷം ഇട്ടത്ത് കൊടുക്കുക. അതിനുശേഷം ആ സവാള മറ്റേ വഴറ്റിയെടുത്ത സവാള ഉണ്ടല്ലോ, ആദ്യം ഇത് നന്നായി പോലെ ഇളക്കിയതിന് ശേഷം ആ സവാളയും കൂടി ഒന്ന് വഴറ്റിയെടുത്ത് സവാളയും കൂടി ഒന്ന് ഇട്ടിട്ട് നല്ലപോലെ ഇളക്കിയെടുക്കുക കേട്ടോ. മിക്സ് ചെയ്ത് നല്ലപോലെ വഴറ്റിയതിന് ശേഷം നമുക്ക് അതിലേക്ക് തക്കാളിയും പുതിന തളയും കൂടി ഇട്ട് കൊടുക്കാം. ശേഷം എല്ലാം കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലപോലെ അങ്ങോട്ട് മിക്സ് ചെയ്ത് എടുക്കുക. അപ്പോൾ നമുക്ക് മറ്റേ പട്ട, കറാമ്പ്, ഏലക്കയില്ലേ അതും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കണം. ശേഷം അതിനുശേഷം നമുക്ക് എനിക്ക് തൈരും നമ്മൾ തൈര് സാലഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ തൈരൊക്കെ എടുത്തത്. അതിന് ശേഷം നമുക്ക് അതിലേക്ക് മുളക് പൊടി, ഉപ്പ്, ആവശ്യത്തിന് വേണ്ട ഉപ്പ് അതെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും ഒന്നും കൂടി നല്ലപോലെ മിക്സാക്കി എടുക്കുക കേട്ടോ. നല്ലപോലെ വഴിച്ചാലേ ബിരിയാണിക്ക് ടേസ്റ്റ് കൂടുള്ളൂ. സോ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. എത്രത്തോളം മിക്സ് ചെയ്യാൻ പറ്റുന്നോ അത്രത്തോളം ബിരിയാണീൻ്റെ ടേസ്റ്റ് കൂടുന്നതാണ് പറയുക. അതിനുശേഷം നമുക്ക് നേരെ അതിലോട്ട് തൈര് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ തൈര് ആഡ് ചെയ്ത് കൊടുത്തിട്ട് അമ്മ ഒന്നും കൂടി മിക്സ് ചെയ്യുകയാണ്. അതിനുശേഷം 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം അങ്ങനെ എന്തോ ആണ് കണക്ക് കിട്ടും. എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല, അമ്മയാണ് ചെയ്യാറുള്ളത്. സോ നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള അരി എടുത്തിട്ട് അതിന് ശേഷം വെള്ളമൊക്കെ എടുക്കുക. ശേഷം അത് വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ മിക്സ് ചെയ്യുക. അപ്പോഴേക്കും നമുക്ക് നേരെ സാലഡ് ഉണ്ടാക്കാം. സോ അതിന് വേണ്ടി സവാള എടുക്കുക. കുനുകുനാന്ന് അരിയരുത്, നീളമായിട്ട് അരിയുക. കുനുകുനാന്ന് അരിയുന്നത് അങ്ങനെ ഇടാം. പിന്നെ അതിന് ശേഷം നമുക്ക് ബിരിയാണി ചെമ്പിൽ വെള്ളം തിളച്ചതിന് ശേഷം അതിലേക്ക് വേണ്ട അരി ഇട്ട് കൊടുക്കുക. നമ്മുടെ ആവശ്യത്തിനുള്ള അരി ഇട്ട് കൊടുക്കുക. അതിന് ശേഷം നമ്മൾ സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഒന്ന് ഇളക്കിയതിന് ശേഷം അത് മൂടി വെച്ചിട്ട് ദം ചെയ്യാൻ വേണ്ടി വെക്കുക. അത് മൂടി വെച്ചതിന് ശേഷം നമുക്ക് സവാളയിലോട്ട് ആവശ്യത്തിന് വേണ്ട ഉപ്പും കൂടി ചെയ്തതിന് ശേഷം നമുക്ക് അതിലോട്ട് തൈര് ആഡ് ചെയ്യാം കേട്ടോ. സവാള നിങ്ങൾക്ക് യൂഷ്വലി അറിയായിരിക്കും സാലഡ് എങ്ങനെയാണ് ഉണ്ടാക്കുകയെന്ന്, ഈ തൈര് ചട്നി എങ്ങനെ ഉണ്ടാക്കാമെന്ന് അറിയായിരിക്കും. സോ ആവശ്യത്തിന് വേണ്ട തൈര് ഒന്നും കൂടി ഞങ്ങൾക്ക് പോരായിരുന്നു, അതുകൊണ്ട് ഒന്നും കൂടി ഇട്ടത്. അതിനുശേഷം പുതിനത്താളം ഇടുന്നവർക്ക് ഇടാം, അത് ഓപ്ഷനാണ്. ഞങ്ങൾക്കിത് ഇവിടെ ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് ഞങ്ങൾ ഇട്ടത്. ശേഷം അത് ഇട്ടതിന് ശേഷം നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഇത് മാറ്റി വയ്ക്കാം. അതിനുശേഷം നമുക്ക് നേരെ ബിരിയാണി അപ്പോഴേക്കും ആയിട്ടുണ്ടാവും കേട്ടോ. ഇനി നമുക്ക് ബിരിയാണിയോട്ട് പോകാം. സോ ബിരിയാണി ദമ്മയായിട്ട് ആയിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് അതിന് മുകളിലോട്ട് നെയ്യ് തൂവി കൊടുക്കാം. അപ്പോൾ ബിരിയാണി റെഡി. വേവിച്ച മുട്ടയും കൂടി വെച്ച് മുട്ട ബിരിയാണി റെഡി കേട്ടോ. സോ ഇതാണ്